ഉപ്പുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്പുകളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപ്പൂറ്റി വേദനയ്ക്ക് ഒരു ബേസനിൽ കാലിറക്കി വെച്ചിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളവും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉപ്പൂറ്റി വേദനയൊക്കെ മാറി കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു നാരങ്ങ കഷ്ണം ഒന്ന് പിഴിഞ്ഞ് ചെറിയൊരു നാരങ്ങ കഷ്ണം വാടിയതാണെങ്കിലും കുഴപ്പമില്ല, നീര് അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ നാരങ്ങയുടെ തൊണ്ട് വെച്ച് തന്നെ നമുക്ക് കാലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ കാലിന് നല്ലൊരു മീനസും ഒക്കെ കിട്ടും കേട്ടോ. അതേപോലെ ഇനി നല്ലോണം ഒന്ന് അഴുക്ക് പോയി കിട്ടണമെങ്കിൽ സ്വല്പം ഷാമ്പു ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് കാല് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കാലിനകത്തുള്ള ആ ഒരു അഴുക്കെല്ലാം പോയിട്ട് കാലിന് നല്ലൊരു ഗ്ലേസിങ് നല്ലൊരു മിനുസമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വിരലിൻ്റെ ഭാഗത്തും എല്ലാം ഇത് വെച്ചൊന്ന് തേച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഉപ്പൂറ്റി വേദനയ്ക്ക് നല്ലതാണ്. ചെറിയ ചൂടുവെള്ളത്തിനകത്ത് പല്ലുപ്പിട്ടിട്ട് ഇതുപോലെ കാല് മുക്കി വയ്ക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വെള്ളം കൊണ്ടുവന്ന കുപ്പിയുണ്ടല്ലോ, വെള്ളം സ്ഥിരം നമ്മൾ അതിനകത്തോട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്ത് നല്ലൊരു ഇഴുക്കലായിരിക്കും അല്ലേ. അപ്പോൾ അത് പോകുന്നതിന് കുറച്ച് പല്ലുപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്തുള്ള ആ ഇഴുക്കലെല്ലാം പോയിട്ട് കുപ്പി നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പല്ലുപ്പ് വെച്ച് കുറച്ച് ഉപയോഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് അതേപോലെ കയ്യിൽ നമ്മൾ എന്നും കിച്ചണിലൊക്കെ നമ്മൾ പാചകം ചെയ്യുന്ന കൈയല്ലേ, അപ്പോൾ ഇതേപോലെ കുറച്ച് ഉപ്പ് അതിനകത്തോട്ട് കൊടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കൈ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഗ്രിപ്പ് കണക്ക് നമ്മുടെ കൈക്ക് ഒരു കട്ടിയായിരിക്കുമല്ലോ, അപ്പോൾ അതെല്ലാം പോയിട്ട് നമ്മുടെ കൈ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ആ വെള്ളത്തിനകത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കൈ നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടും. അപ്പം ഉപ്പ് വെച്ചിട്ട് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഉപ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഉപ്പ് പൊടി നമുക്കൊരു ടിഷ്യൂ പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കർപ്പൂരമാണ് എടുക്കുന്നത്. 1-2 കർപ്പൂരം നമുക്കൊന്ന് പൊടിച്ചതിന് ശേഷം ആ ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കുട്ടികൾ ഇട്ടുകൊണ്ട് വന്ന് ഷൂവിനകത്തോ അതല്ലെങ്കിൽ സോഫ സെറ്റിൻ്റെ ഇടയിലോ കബോർഡിൻ്റെ ഇടയിലോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് മാറിയിട്ട് നല്ലൊരു മണം ആയിരിക്കും. അത് മാത്രമല്ല പാറ്റയോ പല്ലിയോ എന്നും വന്നിരിക്കത്തില്ല ഈ ഒരു സ്മെല്ല് അടിച്ചിട്ട്. അറിയാമല്ലോ, കർപ്പൂരത്തിൻ്റെ സ്മെല്ലും പ്രത്യേകിച്ച് ഉപ്പും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അതേപോലെ ഈ ഒരു പൊടി തന്നെ നമുക്ക് നമ്മുടെ ടിന്നിനകത്ത് നമ്മുടെ ഫുഡിൻ്റെയൊക്കെ കളയുന്ന ടിന്നുകളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ആക്കിയിട്ട് നമുക്ക് കിച്ചണിലോ അതല്ല ബാത്റൂമിലോ വാഷ് ബേസിൻ്റെ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. അവിടെ ഒരു പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരില്ല, നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയായ കൊച്ചു ടിപ്സുകളാണ് ഞാൻ കാണിച്ചത്. ഉപ്പുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്പുകളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപ്പൂറ്റി വേദനയ്ക്ക് ഒരു ബേസനിൽ കാലിറക്കി വെച്ചിട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളവും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉപ്പൂറ്റി വേദനയൊക്കെ മാറി കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു നാരങ്ങ കഷ്ണം ഒന്ന് പിഴിഞ്ഞ് ചെറിയൊരു നാരങ്ങ കഷ്ണം വാടിയതാണെങ്കിലും കുഴപ്പമില്ല, നീര് അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ നാരങ്ങയുടെ തൊണ്ട് വെച്ച് തന്നെ നമുക്ക് കാലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ കാലിന് നല്ലൊരു മീനസും ഒക്കെ കിട്ടും കേട്ടോ. അതേപോലെ ഇനി നല്ലോണം ഒന്ന് അഴുക്ക് പോയി കിട്ടണമെങ്കിൽ സ്വല്പം ഷാമ്പു ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് കാല് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കാലിനകത്തുള്ള ആ ഒരു അഴുക്കെല്ലാം പോയിട്ട് കാലിന് നല്ലൊരു ഗ്ലേസിങ് നല്ലൊരു മിനുസമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വിരലിൻ്റെ ഭാഗത്തും എല്ലാം ഇത് വെച്ചൊന്ന് തേച്ചിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഉപ്പൂറ്റി വേദനയ്ക്ക് നല്ലതാണ്. ചെറിയ ചൂടുവെള്ളത്തിനകത്ത് പല്ലുപ്പിട്ടിട്ട് ഇതുപോലെ കാല് മുക്കി വയ്ക്കുകയാണ്.